മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ നിർണായക വെളിപ്പെടുത്തൽ. കാറിൽ മൃതദേഹം കണ്ടെന്ന അയൽവാസി സോമൻ. മൺവെട്ടി അടക്കമുള്ള സാധനങ്ങൾ വാഹനത്തിലുണ്ടായിരുന്നു. ഭയന്നിട്ടാണ് പറയാതിരുന്നതെന്നും അയൽവാസി. AC അംഗമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് CPIM നേതാവ് കോഴ വാങ്ങിയതായി ആരോപണം. മന്ത്രി മുഹമ്മദ് റിയാസ് വഴി സ്വാധീനം ചെലുത്താമെന്നും വിശ്വസിപ്പിച്ചു. പരാതി കോഴിക്കോട് ജില്ലയിലെ യുവജന നേതാവിനെതിരെ. വിഷയം അറിയില്ലെന്ന് മന്ത്രിയുടെ പ്രതികരണം. കോഴിക്കോട് കാപ്പാട് തീരദേശ റോഡ് തകർച്ചയ്ക്ക് ശാശ്വത പരിഹാരമാകുന്നു. 74 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കിയെന്ന് കാനത്തിൽ ജമീല. MLA കേരള വിഷൻ ന്യൂസ് ലൈവ് തോണിൽ. കേരള വിഷൻ ന്യൂസ് ബിഗ് ഇമ്പാക്ട്. മൂന്നാറിൽ കാറിലുള്ള അഭ്യാസം തുടരുന്നു. ആനച്ചാലിൽ യുവാക്കളുടെ അഭ്യാസത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. മലപ്പുറം കൊണ്ടോട്ടിയിൽ ബസ്സിന് മുന്നിൽ വടിവാൾ വീശിയ ഓട്ടോറിക്ഷ ഡ്രൈവർ അറസ്റ്റിൽ. തൃശൂർ വെങ്കിടങ്ങിൽ മതിലിടിഞ്ഞു വീണ് 7 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് മാമ്പ്ര സ്വദേശി മഹേഷിന്റെ മകൾ ദേവി ഭദ്ര. അപകടം കളിക്കുന്നതിനിടെ. 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത് ശർമ്മ തന്നെ ഇന്ത്യയെ നയിക്കും. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വരെ രോഹിത് ക്യാപ്റ്റനായി തുടരും. പ്രഖ്യാപനം നടത്തി BCCI സെക്രട്ടറി ജയ്ഷാ. കോപ്പ അമേരിക്കയിൽ ബ്രസീൽ പുറത്ത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കാനറിപ്പടയെ വീഴ്ത്തി ഉറുഗ്വ സെമി ഫൈനലിൽ കൊളംബിയ ഉറുഗ്വയെ നേരിടും. അർജന്റീനയ്ക്ക് എതിരാളി കാനഡ. മാന്നാർ കൊലപാതകത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി അയൽവാസി സോമൻ. കലയുടെ മൃതദേഹം കണ്ടെന്നും മൃതദേഹം മറവു ചെയ്യാൻ പ്രതി സുരേഷ് സഹായം അഭ്യർത്ഥിച്ചെന്നും അയൽവാസിയുടെ വെളിപ്പെടുത്തൽ.